രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കിയത് വണ്ടി എവിടെ ഉണ്ടോയെന്നാണ്. രാത്രി കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഇവിടെ ഒരു റൂം കിട്ടിയത്. ഹോട്ടലാണെന്നാണ് പറഞ്ഞത്, പക്ഷേ ഒരു ഡോർമെറ്ററി സെറ്റപ്പ്. റോഡ് സൈഡാണ് പാർക്കിംഗ് ഏരിയ. ഇവന്മാരെ ഇവിടെ വെച്ചിട്ട് പോകാൻ നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷേ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. CCTV ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസം. ഇത് പൊള്ളാച്ചിക്ക് തൊട്ടടുത്താണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരേപോലുള്ള വഴികൾ, ഒരു ചുരുളിമയം. ഇതുവഴി പോകുമ്പോൾ ചില തമിഴ് സിനിമയിലെ ചേസിങ് സീനുകളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇന്ന് കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം ഒത്തിരി ആഗ്രഹിച്ച, ധാരാളം കേട്ടിട്ടുള്ള വാൽപ്പാറ അതിരപ്പള്ളി വഴിയാണ് ഇന്നത്തെ യാത്ര. വെൽക്കം ബാക്ക് ടു ചാനൽ, ഇറ്റ്സ് മീ സോ. അതിരാവിലെ തന്നെ യാത്ര തുടങ്ങണം എന്നാണ് കരുതിയത്. പക്ഷേ വാൽപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുള്ള ഫോറസ്റ്റ് റൂട്ടിൽ മൃഗങ്ങൾ ഇറങ്ങിയാൽ പിന്നെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടില്ല എന്ന് കേട്ടു. മൃഗങ്ങൾ ഇറങ്ങുന്നതിനെ പറ്റി ഒന്നുകൂടെ ഇരുത്തി ആലോചിച്ചപ്പോൾ ധൈര്യം ചെറുതായിട്ടൊന്ന് ചോർന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളുത്തതിന് ശേഷമാണ് യാത്ര തുടങ്ങിയത്. നല്ലൊരു പ്ലേസൻ്റ് ആയിട്ടുള്ള മോർണിംഗാണിത്. പിന്നെ ഈ തമിഴ്നാട്ടിലെ റോഡുകളെ പറ്റി പറയേണ്ടതില്ലല്ലോ. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ടാണോ എന്നറിയില്ല, കടകളൊക്കെ തീരെ കുറവായിരുന്നു. ആഹാരം കഴിക്കാനുള്ള നല്ലൊരു ഹോട്ടലാണ് ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. കുറച്ച് നേരം കഴിഞ്ഞാണ് ഒരു തട്ടുകട പോലും കണ്ടത്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. പ്രതീക്ഷ പോലെ ആയിരുന്നില്ല, നല്ല ആഹാരം. ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലെ ഒരു തട്ടുകടയിൽ നിന്ന് ഞാൻ ഇത്ര നല്ലൊരു ആഹാരം കഴിക്കുന്നത്. ദൂരത്തായി അണ്ണാമലൈ ടൈഗർ റിസർവിൻ്റെ മലനിരകൾ കണ്ടു തുടങ്ങി. മിക്കപ്പോഴും ടോപ്പിൻ്റെ അടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വഴികൾ കിട്ടുന്നുണ്ടായിരുന്നു. ത്രോട്ടിൽ ഓപ്പൺ ചെയ്യാൻ തലച്ചോറ് പറയുമ്പോഴൊക്കെ ഗുരുവാചകം മനസ്സിലേക്ക് വരും. നിങ്ങൾ ടൂറിനാണ് ചെയ്യുന്നത്, റേസിംഗ് അല്ല. ശരിയാണ്, ഐ ആം നോട്ട് എ റേസർ, ഐ ആം എ ട്രാവലർ. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക റോഡുകളുടെയും ഇരുവശങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എത്ര ചൂടിലും ഇതൊരു ആശ്വാസമാണ്. ഈ വഴിയിലേക്ക് വീണ്ടും എന്തോ നട്ടു വളർത്തുന്നുണ്ട്. മരമാണോ ചെടിയാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ മരമാവാനാണ് സാധ്യത. റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 20 രൂപ പാർക്കിംഗ് ഫീസും കൊടുത്ത് ആളിയാർ ഡാം കാണാൻ കയറി. ഈ ഡാമിൻ്റെ സൈഡിലൂടെയാണ് വാൽപ്പാറയിലേക്കുള്ള വഴി പോകുന്നത്. അവിടെ നിന്ന് കാണാൻ പറ്റും, പക്ഷേ അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഡാമിൻ്റെ താഴത്തായി ഒരു പാർക്കുണ്ട്. ഊഞ്ഞാല് കണ്ടാൽ പിന്നെ എല്ലാവരും കുഞ്ഞുങ്ങളാകുമല്ലോ. ഇത്തിരി നേരം പാർക്കിൽ കറങ്ങി നടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം യാത്ര തുടർന്നു. ഇതാണ് അണ്ണാമലൈ റിസർവ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. പരുക്കൻ സ്വഭാവക്കാരായ ഉദ്യോഗസ്ഥർ. ഇവിടെ നിന്ന് എൻട്രി പാസ് എടുക്കണം. ഹെൽമെറ്റ് മൗണ്ടഡ് ക്യാമറകൾക്ക് 300 രൂപ എക്സ്ട്രാ ചാർജ് ഉണ്ട്. തൽക്കാലം ഗോപ്രോ ഒന്ന് ബാഗിലാക്കി. ഇനി അങ്ങോട്ട് ഭീകര വഴിയാണ്. വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സ് കവരുന്ന വഴി. വീഡിയോയ്ക്ക് ലെങ്ത് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് അണ്ണാമലൈ റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള ഈ യാത്ര മുഴുവൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. വണ്ടി ഓടിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ വീഡിയോ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. കുറേ നാളായിട്ടുള്ളൊരു സ്വപ്നം. ഈ കർവുകൾ, ഈ വന്യ സൗന്ദര്യം, ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്നത്. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ മൊമെൻറ്റ്. വഴിയിൽ അവിടെ ഇവിടെയായിട്ട് ഫോറസ്റ്റ് ഗാർഡുകളുണ്ടായിരുന്നു. 2 തവണ വണ്ടി നിർത്തിയപ്പോഴും അവർ വന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിച്ചില്ല.
ഇവിടെ മുതലാണ് വാൽപ്പാറയുടെ ജനവാസ മേഖലയും തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങുന്നത്. തേയിലകളൊക്കെ നന്നായിട്ട് തളിർത്ത് നിൽക്കുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇതാണ് സ്ഥിരമായിട്ട് റീലിലൊക്കെ നമ്മൾ കാണാറുള്ള വാൽപ്പാറയുടെ ഒരു ഭാഗം. ഭംഗിയുള്ള നല്ലൊരു വ്യൂ പോയിൻ്റ്. നല്ല വെയിലുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ നിർത്തിയില്ല. ചുരം കയറുന്നതിന് മുമ്പ് പെട്രോൾ അടിക്കണം എന്നാണ് കരുതിയത്. എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് അത് മറന്നു. അതുകൊണ്ട് തന്നെ പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്രോളിൻ്റെ കാര്യത്തിന് ഏകദേശം തീരുമാനമായി. ഇവിടുന്ന് വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അക്ക പറയുന്നത് നേരെ പോയാൽ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പമ്പുണ്ടെന്നാണ്. വിശ്വാസം അത്ര പോരാ, എങ്കിലും പോയി നോക്കാമെന്ന് കരുതി. കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ദേവദൂതനെ പോലെ ഒരു അണ്ണനെ കണ്ടത്. അക്ക കാണിച്ച പമ്പ് അവിടെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പമ്പ് പ്ലാന്റേഷൻ്റെ സ്വന്തം പമ്പാണ്. ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അവിടെ നിന്ന് പെട്രോൾ കൊടുക്കൂ. ഇനി അടുത്തുള്ള പമ്പ് വാൽപ്പാറയിലാണ്. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ വാൽപ്പാറയിലേക്ക്. അവൻ്റെ നിൽപ്പ് കണ്ടിട്ട് ഒട്ടും പന്തി തോന്നിയില്ല. ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇതാണ് വാൽപ്പാറ ടൗണ്. ഇവിടെ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. അതെല്ലാം കാണാൻ നിന്നാൽ ഒരു ദിവസം മതിയാവുമെന്ന് തോന്നുന്നില്ല. ഒരു റോഡ് ട്രിപ്പിന് മാത്രമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്രോൾ നിറച്ച് മലക്കപ്പാറ വഴി അതിരപ്പള്ളിയിലേക്ക്. വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറ വഴിയാണ് അതിരപ്പള്ളിയിലേക്ക് പോകുന്നത്. അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ വഴി. എന്തെങ്കിലും ഒരു മാജിക്കൽ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഇവനൊരു എക്സ്പൾസ് ആക്കാമായിരുന്നു എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങൾ. പ്യൂർലി റോഡിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയിൽ ടൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് അതുമായിട്ട് ഓഫ് റോഡ് പോകുന്നവൻ്റെ രോദനം. ഹലുവയും മത്തിക്കറിയും പോലെ. ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴിയല്ലാതെ മലക്കപ്പാറയിലേക്ക് വേറെ വഴിയുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇതാണോ ഓഫ് റോഡ്, ഇത് വെറും പൊട്ടിപ്പൊളിഞ്ഞ വഴിയല്ലേ എന്നൊക്കെ. ശരിയാണ്. പക്ഷേ ഓഫ് റോഡിൻ്റെ ബാലപാഠം പോലും അറിയാത്ത എനിക്ക് മലയാളത്തിലെ പല അക്ഷരങ്ങളും വരച്ചു പഠിക്കാനായിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴി തന്നെ ധാരാളമായിരുന്നു. താഴെ ഒരു ആന നിൽക്കുന്നത് കാണാനാണ് ആനവണ്ടി പുറകോട്ടെടുക്കുന്നത്. ഇവിടെ ഈ ഒരു ആനയല്ലാതെ ഞങ്ങൾ വേറെ ആനകളൊന്നും കണ്ടില്ല. ഓടിച്ചാടി നടക്കുന്ന കുതിര വെള്ളം കണ്ടാൽ നിൽക്കണം എന്നൊക്കെയാണല്ലോ ആരൊക്കെയോ പറയുന്നത്. പക്ഷേ ഈ കുതിര നിന്നത് വെള്ളം കണ്ടിട്ടല്ല, വെള്ളം കിടക്കുന്ന കുഴി കണ്ടിട്ടാണ്. ഏകദേശം 3:30 കൂടിയിട്ട് ഞങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തി. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ആ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പെരുമാറിയത്. ഇവിടെ വരെയുള്ള ഞങ്ങളുടെ യാത്രകൾ ചോദിച്ചറിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള അപകടങ്ങളെ പറ്റിയിട്ട് വിശദീകരിച്ചും കുറച്ച് സമയം അവിടെ ചിലവാക്കി. ഈ യാത്രയിൽ ഞങ്ങൾ കണ്ട നല്ല മനുഷ്യരിൽ ഒരാൾ. ഇവരോട് യാത്ര പറഞ്ഞ് അതിരപ്പള്ളിയിലേക്ക്. വഴിയിൽ പ്രത്യേകിച്ച് വണ്ടികളൊന്നും തന്നെ കണ്ടില്ല. കൊടും വനത്തിലൂടെയുള്ള നല്ലൊരു വഴിയിലൂടെ ഞങ്ങൾ താണു പറന്നുകൊണ്ടേയിരുന്നു.
ഓരോ വളവിലും ഒരു കാട്ടുകൊമ്പനെ പ്രതീക്ഷയാണ് യാത്ര. എക്സൈറ്റ്മെൻറ്റും ഭയവും സന്തോഷവും സമാധാനവും എല്ലാം കൂടിക്കലർന്നൊരു ഫീല്. മറ്റൊരു ലഹരിക്കും തരാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള അഡ്രിനാലിൻ റഷ് ഇങ്ങനെയുള്ള ഓരോ യാത്രയിലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കുറേ നേരമായിട്ട് വണ്ടികളൊന്നും കാണാത്തതിന് കാരണം ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇതാ മുമ്പിലൊരു വണ്ടി. ഒന്നല്ല, കുറേ അധികമുണ്ട്. പ്രതീക്ഷ പോലെ തന്നെ വഴിമുടക്കി ഒരുത്ത് നിൽപ്പുണ്ട്. വണ്ടി മാറ്റി വെച്ച് ഒന്ന് കണ്ടേക്കാന്ന് കരുതി. ദാ ഇവനാണ് താരം. ഫോറസ്റ്റുകാരുടെയും വാച്ചർമാരുടെയൊക്കെ 1.5 മണിക്കൂറത്തെ ശ്രമത്തിനൊടുവിൽ അവൻ വഴിമാറത്തിടാൻ സമ്മതിച്ചു. ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല, ദാ ഇവിടെയാണ് അവൻ നിൽക്കുന്നത്. ഇനി ഒന്നും പേടിക്കാനില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴാണ് ആ വാർത്ത കേൾക്കുന്നത്. ശുഭം. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര പറയേണ്ടതില്ലല്ലോ. ചെറിയൊരു പേടി മനസ്സിലുണ്ടെങ്കിലും കാടിൻ്റെ സൗന്ദര്യവും അസ്തമയ സൂര്യൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പതിയെ കാടിറങ്ങി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിൽ കുറച്ച് സമയം ചിലവാക്കി. മടങ്ങും വഴി പലതവണ വേറെ ആനകളെ കണ്ടു. നേരെ ഉരുട്ടി തുടങ്ങി. പക്ഷേ നമ്മുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തൊരു യാത്രയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ, മിസ്റ്റർ സോർ.